ഈ ഒരു കോഴ്സിലെ പുതിയ മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ പറയുക, കുടുംബം, രക്ഷാകർതൃത്വം, പിന്നെ സാമൂഹിക ജീവിതം. HIV പോസിറ്റീവായ ആൾക്കാരിൽ എങ്ങനെ ഒരു കുടുംബത്തിൽ HIV പോസിറ്റീവായി കൊണ്ട് ജീവിക്കാം. പലപ്പോഴും HIV എന്ന ഒരു വ്യക്തിയെ മാത്രമല്ല, മറിച്ച് കുടുംബങ്ങളെയും ബാധിക്കുന്നൊരു ഇഷ്യൂ ആണ്. അറിവും പിന്തുണയും ഉണ്ടെങ്കിൽ കുടുംബം ശക്തമായും സന്തോഷകരമായി തുടർന്നു കൊണ്ടേയിരിക്കും. എന്തൊക്കെ കാര്യത്തിൽ കുടുംബാംഗങ്ങൾക്ക് സഹായിക്കാൻ പറ്റും? ഒന്ന്, അവർക്ക് നല്ലൊരു മാനസിക പിന്തുണ നൽകുക എന്നുള്ളതാണ്. ചികിത്സ തുടരുന്നതിന് പ്രോത്സാഹിപ്പിക്കുക, പിന്നെ സ്റ്റിഗ്മ കുറക്കുക, തുറന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക. നല്ല പിന്തുണ കൊടുക്കുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലും നമ്മുടെ വീടിനെ സംരക്ഷിക്കുന്ന ഒരു മേൽക്കൂല പോലെയാണ്. പിന്നെ സ്നേഹവും മനസ്സിലാക്കലും തന്നെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള മരുന്ന്. HIV പോസിറ്റീവായ ആൾക്കാർക്ക് നല്ലൊരു മാതാപിതാവാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും അവർക്ക് പറ്റും. HIV ഉള്ളത് കൊണ്ട് ഒരാൾ നല്ല മാതാപിതാക്കൾ ആവാതെ പോകുന്നില്ല. എന്തൊക്കെയാണ് HIV പോസിറ്റീവായിട്ടുള്ള മാതാപിതാക്കൾ പാരൻറ്റിങ്ങിൽ ഫോളോ ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ? ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ചികിത്സകൾ കൃത്യമായിട്ട് തുടരുക, സുരക്ഷിതമായുള്ളൊരു വീട്ടിൽ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക, കുട്ടികളോടൊപ്പം നല്ല ക്രിയേറ്റീവായിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ മാതാപിതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃക്ഷം നട്ടുപിടിക്കുന്നത് പോലെയാണ്. ഇന്ന് നൽകിയ പരിചരണം നമ്മുടെ ഭാവിയെ ശക്തമാക്കും എന്നുള്ളതാണ്. HIV പോസിറ്റീവായ ഒരു ഫാമിലിയിൽ കുട്ടികൾക്ക് എങ്ങനെ ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകാം? അവരുടെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് കൊടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഷ ഉപയോഗിക്കുക, ഭയം ഒഴിവാക്കുക, ആരോഗ്യവും ചികിത്സയും ഫോക്കസ് ചെയ്യുക, പിന്നെ അവരെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. കുട്ടികളോട് ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ളത് ഒരു വിളക്ക് തെളിയിക്കുന്നത് പോലെയാണ്. ഭയം മാറി അറിവ് വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കും. ഇന്ന് നമ്മൾ ഒരു HIV പോസിറ്റീവായ വ്യക്തികളുടെ സോഷ്യൽ ജീവിതവും അവരുടെ സൗഹൃദ അന്തരീക്ഷവും അവരുടെ സാമൂഹിക കമ്മ്യൂണിറ്റി അന്തരീക്ഷത്തെയും കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സുഹൃത്തുക്കളുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുന്നത് മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനും സഹായിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്? സുഹൃത്തുക്കളുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുക, സപ്പോർട്ട് ഗ്രൂപ്പുകളിൽ ചേരുക, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുക്കുക, ഒറ്റപ്പെട്ട് നിൽക്കൽ, ഐസൊലേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. സുഹൃത്തുക്കൾ കഷ്ടകാലങ്ങളിൽ നമ്മെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ പോലെയാണ്. HIV പോസിറ്റീവാണെന്ന് കരുതിയിട്ട് അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നിങ്ങളെ നിർവചിക്കുന്നത്. HIV പോസിറ്റീവായ ആൾക്കാരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? സ്വന്തം കഴിവുകളിൽ ശ്രദ്ധിക്കുക, ജോലി, ഹോബികൾ ഇതൊക്കെ തുടർന്നു കൊണ്ടിരിക്കുക, നല്ല ബന്ധങ്ങൾ നിലനിർത്തുക, വ്യക്തിഗത വിജയങ്ങൾ ആഘോഷമാക്കുക. HIV ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അധ്യായം എഴുതുന്നത് പോലെയാണ്. HIV പോസിറ്റീവാണെന്ന് കരുതിയിട്ട് ഒരു വ്യക്തിക്ക് വിജയകരമായിട്ടുള്ള ഒരു കരിയർ ഉണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതൊരിക്കലും ഒരു തടസ്സമല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ സ്ഥിരമായിട്ടുള്ളൊരു ജോലി ഫോളോ ചെയ്യുക, സേവിങ്സ് പ്ലാൻ ഉണ്ടാക്കുക, ചികിത്സാ ചെലവ് നിയന്ത്രിക്കുക, സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക. സാമ്പത്തികമായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവിക്കുള്ള സുരക്ഷാ വല നിർമ്മിക്കുന്നത് പോലെയാണ്. HIV ജീവിക്കുന്നത് മാനസികമായിട്ടുള്ളൊരു കരുത്ത്, ശക്തി ആവശ്യമുള്ള കാര്യമാണ്. പ്രതിസന്ധികളിൽ നിന്ന് ഉയരാനുള്ള റെസിലിയൻസ് ഒരു കഴിവാണ് അവരുണ്ടാക്കിയെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ജീവിതശൈലി പിന്തുടരുക, മറ്റുള്ളവരുടെ സപ്പോർട്ട് സ്വീകരിക്കുക, മൈൻഡ്ഫുൾനെസ്, ധ്യാനം പോലത്തെ കാര്യങ്ങൾ ചെയ്യുക, പുരോഗതിയിൽ ശ്രദ്ധിക്കുക. പെർഫെക്റ്റ് ആവാൻ വേണ്ടിയല്ല, പുരോഗതിയിൽ ശ്രദ്ധിക്കുക. HIV പോസിറ്റീവായ വ്യക്തികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതവരുടെ മാനസികാരോഗ്യവും സന്തോഷവും മെച്ചപ്പെടുത്താൻ ഏറ്റവും സഹായിക്കുന്നതാണ്. ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യം, മറ്റുള്ളവരെ സഹായിക്കുക, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ മുഴുകുക, പുതിയ കഴിവുകൾ പഠിച്ചെടുക്കുക, നല്ല ബന്ധങ്ങൾ നിലനിർത്തുക. ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദിശ കാണിക്കുന്ന ഒരു കോമ്പസ് പോലെയാണ്. ഈ കോഴ്സിൻ്റെ അവസാനമാണ് നമ്മളിപ്പം. HIV എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു രോഗ്യമല്ല,
ചികിത്സയും അറിവും പിന്തുണയും ഉണ്ടെങ്കിൽ HIV ഉള്ളവർക്ക് ദീർഘവും വിജയകരവുമായിട്ട് ജീവിതം നയിക്കാൻ പറ്റും. അവസാനമായി ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ART കൃത്യമായിട്ട് തുടരുക, ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ആരോഗ്യപരമായിട്ടുള്ള ജീവിതശീലങ്ങൾ പാലിക്കുക, ആളുകളുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുക, പ്രതീക്ഷ നിലനിർത്തുക. HIV ജീവിതത്തിൻ്റെ അവസാനമല്ല, സാധ്യതകളാൽ നിറഞ്ഞ പുതിയൊരു അധ്യായമാണ്. ഭാവി ആർക്കാണ്? ജീവിതത്തിൽ മുന്നോട്ട് ശക്തമായിട്ട് മൂവ് ചെയ്യാൻ കാരണമാകുന്ന വ്യക്തികൾക്കാണ്, തയ്യാറെടുക്കുന്ന വ്യക്തികൾക്കാണ്. ഓക്കെ.